മെമ്പറേ, ഞാൻ പഞ്ചായത്തിൽ ഒരു കക്കൂസിന് കൊടുത്ത്, അതെന്തായി? എന്റെ സംഗീത, നീ പഞ്ചായത്തിൽ കക്കൂസ് കൊടുക്കണ്ട, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആ സമയത്ത് വല്ല പാവങ്ങൾക്ക് എടുത്ത് കൊടുക്ക്. പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കിട്ടിയ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അല്ല അമ്പിളി, നിനക്ക് ഫിഷ് ടാങ്ക് അല്ലേ കിട്ടിയേ? മിണ്ടിപ്പോരുത്. നിങ്ങളുടെ ഒരു ഫിഷ് ടാങ്ക്. എനിക്ക് കിട്ടിയ കക്കൂസ് ഉണ്ടാക്കാൻ വന്നത് ഈ മെമ്പറിന്റെ കെട്ടിയോ. ഡോറ് വെക്കേണ്ടതിന് പകരം 4 സൈഡും കല്ലിട്ടങ്ങ് തേച്ച്, എന്നിട്ട് അത് വന്ന് കണ്ട മെമ്പർ അതിനൊരു പേരിട്ട് ഫിഷ് ടാങ്ക്. ഫിഷ് ടാങ്കിന്റെ അകത്തിടാ മീൻ എവിടെ ഞാൻ ചോദിച്ചപ്പോ 1 കിലോ നത്തോലി വാങ്ങിച്ചെന്ന മുതലാണ് ഈ നിൽക്കുന്നത്. അല്ല, ഈ നത്തോലി കുഞ്ഞു മീനല്ലേ, അതിന് ചെറിയ മീൻ കിട്ടിയില്ല അമ്പിളി. എന്തായാലും ഞാൻ ഇത് കേസ് കൊടുക്കാനായിട്ട് ഇരിക്കുക. അല്ല മെമ്പറേ, മെമ്പറിന്റെ പോലീസ് കേസ് എന്തായി? അതൊന്നും പറയണ്ടടി. രാഘവന് ഒരു വീടിന്റെ സ്ഥലമൊക്കെ സെറ്റായി കിട്ടിയപ്പോ അതിന്റെ അടിത്തറ ഞാൻ തന്നെ ഇടണമെന്ന് വലിയ നിർബന്ധം. ഞാൻ ചെന്ന് കല്ല് വീണത് അവന്റെ കാലയില്. പിന്നെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ കേസ്. എന്തായാലും 2 കൊല്ലവും കൂടെ കഴിയുമ്പോ 5 വർഷം ആവുമല്ലോ. 2 വർഷവും കൂടി കഴിഞ്ഞാൽ എങ്ങനെ 5 വർഷം ആവുന്നേ? എന്തൊക്കെ പൊട്ടത്തരങ്ങളെ അമ്പിളി പറയുന്നേ. ഞാൻ വിചാരിച്ചത് ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നത് ഞാനാണെന്ന്. പക്ഷെ ഈ അമ്പിളി എന്നെ കടത്തി വെട്ടിച്ചു. പൊന്നു മെമ്പർ, അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ 2 വർഷത്തോടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഭരണം ഒന്ന് തീർന്നു കിട്ടുമല്ലേ? 5 വർഷം ഭരണം 10 വർഷത്തേക്ക് ആക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. എന്തിന്? ആ 10 വർഷം എനിക്ക് പഞ്ചായത്ത് ഭരിക്കാലോ. പിന്നെ ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന ഒരു കുഞ്ഞു പോലും എനിക്ക് വോട്ട് ചെയ്യില്ല. അതിന് കുഞ്ഞുങ്ങൾക്ക് വോട്ടില്ലല്ലോ, മുതിർന്നവർക്കല്ലേ. എന്റെ സംഗീതേ, അതല്ല, നിങ്ങളാരും എനിക്ക് വോട്ട് ചെയ്യില്ലല്ലോ എന്ന്. അത് ശരിയാ. അപ്പുറത്തെ സുധാകരന്റെ ചെറുക്കന് പഠിക്കാൻ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പം മെമ്പർ അവനൊരു പശുവല്ലേ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ എങ്ങനെ വോട്ട് ചെയ്യും? അത് ഞാൻ അവന്റെ സ്കൂളിൽ ചെന്ന് അവന്റെ പഠനകാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി. പഠിത്തത്തിൽ ചെറുക്കൻ വളരെ പുറകോട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പിന് പകരം പശുവിനെ മേടിച്ചു കൊടുത്തത്. എന്തിന്? ആ പശുവിനെ പോറ്റെങ്കിലും അവൻ ജീവിച്ചു പോട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്നോട് ചോദിക്കാൻ? അപ്പൊ നിങ്ങളും പോക്കോ. ഓക്കേ. ഒന്ന് നിന്നേ. നിങ്ങളുടെ പ്രശ്നം തീർക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. വാ. അതെ, ഞങ്ങളുടെ പ്രശ്നം തീർക്കാൻ വന്നതാണെങ്കിൽ ആദ്യം അത് തീർക്ക്. ഞാൻ ആദ്യമേ വന്ന് നിങ്ങളെ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വന്ന് എന്റെ കുറച്ച് കഥകൾ അങ്ങ് കീച്ചത്. ഇനി നിങ്ങളെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കാം. ഹലോ. അയ്യോ, എല്ലാം പോയേ. തമ്മിൽ വഴക്കിടുമെങ്കിലും അങ്ങോട്ട് സ്നേഹം ഉണ്ടല്ലേ. അയ്യോ, സ്നേഹം കൊണ്ടല്ല. പിന്നെ അവൾ എന്തിനു കരയണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സന്തോഷിക്കായിരുന്നു. ഹലോ. ആ, മനസ്സിലായി. മെമ്പറേ. എന്താ മെമ്പറേ, എനിക്കും എന്റെ ട്രൂപ്പിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ആയി മെമ്പറേ. എന്നിട്ട് ഇവിടെ തന്നെ ഉള്ള ഏതോ ശ്രീദേവിയുടെ ട്രൂപ്പിനാണ് കിട്ടിയിരിക്കണം. ശ്രീദേവിയുടെ ട്രൂപ്പോ? അതേത് ട്രൂപ്പ്? അതെനിക്ക് മെമ്പറേ, ശ്രീദേവിയേ. ഓ, അപ്പൊ നിനക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ? നമ്മുടെ മെമ്പറിന്റെ പേരല്ലോടി ശ്രീദേവി. അമ്പടി. അപ്പൊ ഇതൊക്കെ മെമ്പറിന്റെ നമ്പർ ആയിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൈകൊട്ടിക്കളി ക്യാൻസൽ ആക്കും. എന്നിട്ട് നമ്മളുടെ ട്രൂപ്പ് ഒന്നിച്ച് മെഗാ കൈകൊട്ടിക്കളി നടത്തും. അപ്പൊ എന്റെ ട്രൂപ്പ് മണ്ണാങ്കട്ട പൊക്കോണം. അല്ല, നിങ്ങളേതായാലും ഒന്നായ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോണ പരിപാടിയിൽ ഞാനും ഉണ്ടാവും. ഞാൻ അങ്ങ് തരട്ടെ. എന്ത്? ഒന്ന് അങ്ങോട്ട് വച്ച് തരട്ടെ. അങ്ങോട്ട് കൊടുക്കണേ.